കങ്കുവ ഇന്ത്യൻ 2 2024 ഏറ്റവും വലിയ 2 ഫ്ലോപ്പുകൾ. പക്ഷെ ഞാൻ പറയും, ഇതുപോലത്തെ ഫ്ലോപ്പ് മൂവികളൊക്കെ ഇന്ത്യൻ എക്കോണമിക്ക് വളരെ നല്ലതാണ്. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഞാനെന്താ ഈ പറയുന്നത് അല്ലേ. ഞാൻ പറഞ്ഞുതരാം. അതായത് കങ്കുവ എന്ന മൂവിയുടെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് 350 കോടി എന്നാണ് ഞാൻ അവയിൽ പറയുന്നത്. ഇനി ഇന്ത്യൻ 2 എന്ന് പറയുമ്പം ലൈക്ക പ്രൊഡക്ഷൻസ് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് 250 കോടി, എല്ലാം കൂടി ഓൾമോസ്റ്റ് 600 കോടി രൂപയുടെ ബഡ്ജറ്റ് കോസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ദൈവത്തിന് എന്തായാലും അറിയാൻ വകുപ്പൊന്നുമില്ല. ഓൺലി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമേ ഇതിനെക്കുറിച്ചിട്ട് വലിയ ധാരണയുള്ളൂ. കാരണം ഇത് പറയുന്നതല്ലാതെ ഇതിനെപ്പറ്റി ആരും തന്നെ വെരിഫൈ ചെയ്തിട്ടില്ല. ഇവർ പറയുന്ന പ്രൊഡക്ഷൻ കോസ്റ്റ് ശരിക്കും ഇൻകർ ചെയ്തിട്ടുണ്ടോ. പക്ഷേ അസ്യൂം ഇവർ 600 കോടി സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് അതിൽ അഭിനയിച്ച എല്ലാ നടീനടന്മാർക്കും ടെക്നീഷ്യൻസിനും അതിൻ്റെ പ്രൊഡക്ഷൻ ക്രൂ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത എല്ലാ ഓൾമോസ്റ്റ് ഓൾ തിങ്സ് ഈ പറയുന്നതിൻ്റെ ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട്. അതായത് 600 കോടി ഇവരുടെ സ്പെൻഡ് ആണെങ്കിൽ അതേ 600 കോടി വേറൊരു ഒരുപാട് പേരുടെ വരുമാനമാണ്, ഇൻകമാണ്. അത്രയും ഇന്ത്യയിൽ GDP വന്നു. ഇനി പടം റിലീസായി നല്ല രീതിയിൽ ഫ്ലോപ്പായി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മൂവി കാണാൻ താല്പര്യമുള്ള ആരും തന്നെ ആ മൂവി കാണില്ല. അപ്പോൾ അത്രയും എമൗണ്ട് അവരുടെ സേവായി. ആ കാശ് വെച്ച് വേറെ എന്തെങ്കിലും കാര്യം അവർക്ക് ചെയ്യാം. അതായത് സാധാരണ ജനങ്ങളുടെ അത്രയും എമൗണ്ട് ഇവർ ഏൺ ചെയ്യും എന്ന് പറയുന്ന പ്രിഡിക്റ്റ് ചെയ്ത അത്രയും എമൗണ്ട്, സാധാരണ ജനങ്ങളുടെ അത്രയും സേവ് ആകുന്ന എമൗണ്ട്, ആ എമൗണ്ട് അവർക്ക് വേറെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്ത സമയത്ത് അപ്പോഴും GDP സ്റ്റിൽ കുറയും. ഇനി ഇതിൽ നഷ്ടം എന്ന് പറയുമ്പോൾ 3 പേർക്കാണ്: പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ, തിയേറ്റർ. ഈ അവസാനം പറഞ്ഞ 2 പേർക്കും കൊല്ലത്തിൽ എന്തായാലും നല്ല ഹിറ്റ് സിനിമകൾ വരുന്നത് കൊണ്ട് തന്നെ അവരങ്ങോട്ട് നീക്കം പോകും. അപ്പം മേജർ ലോസ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസർക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലോസ് സംഭവിക്കുന്നത്. ഈ നഷ്ടം പേടിച്ച് ഇനി മുതൽ പ്രൊഡ്യൂസേഴ്സ് കുറച്ചും കൂടി നല്ല സിനിമകൾ ഉണ്ടാക്കി ജനങ്ങളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി വരും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാമെന്നറിയോ? ഇതേപോലെ സിനിമ ഉണ്ടാക്കിയിട്ട് പ്രീ റിലീസിന് മുമ്പ് വലിയ രീതിയിൽ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് 1000 സ്ക്രീന് 1500 സ്ക്രീനിൽ റിലീസ് ചെയ്ത് 2-3 ദിവസം കൊണ്ട് കാശ് എങ്ങനെ തട്ടിക്കൊണ്ട് പോകാമെന്നാണ് ഇവരുടെ ഒരു തെറ്റിദ്ധാരണ. ജനങ്ങൾ ഒരുപാട് മാറിപ്പോയി. ജനങ്ങൾ സിനിമയെ കാണുന്നത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ സിനിമ ഉണ്ടാക്കുന്നവരും ഇത് കാണേണ്ടത് ജനങ്ങളെ എങ്ങനെ എൻ്റർടൈൻ ചെയ്യാമെന്നുള്ളതാണ്. എൻജോയ്. ഇറ്റ്സ് എ ബിഗ് ഇൻഡസ്ട്രി. താങ്ക് യു സോ മച്ച്.